ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നാണ്. വിനിമയ നിരക്ക് എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, വിവിധ തരം എക്സ്ചേഞ്ച് റേറ്റുകൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യപ്പെടുന്നത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ കാണാൻ പോകുന്നത്. അതായത് നമ്മൾ സാധാരണ വാർത്തകളിൽ കാണാറുണ്ട് അല്ലെ, രൂപ ഇടിഞ്ഞു, രൂപ തകർന്നടിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. ഈ തകർന്നടിയലും ഇടിയലൊക്കെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിനെ ബന്ധപ്പെടുത്തി പറയുന്ന ടേമുകളാണ്. അപ്പം എന്താണെന്ന് നോക്കാം അല്ലേ. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് ഒരു ഡോളർ എന്ന് പറയുന്നത് എന്താണ് 100 രൂപ അല്ലെ 84 രൂപ, സൗദി റിയാൽ ഇത്ര, കുവൈറ്റ് ദിനാർ ഇത്ര രൂപ, യൂറോ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വില പറയും അല്ലേ. എന്നുവെച്ചാൽ എന്താണ്, ഒരു ഡോളർ കൊടുക്കാൻ എത്ര ഇന്ത്യൻ റുപ്പി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റിയാൽ കിട്ടാൻ ഒരു റിയാല് നമ്മുടെ ഫാദറോ ആരെങ്കിലും അയച്ചു തന്നാൽ അത് ഇന്ത്യൻ ബാങ്കിൽ കൊടുത്തു മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ തുകയാണ് എക്സ്ചേഞ്ച് റേറ്റ്, റുപ്പിയുടെ റിയാലുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ കറൻസി ഓഫ് വൺ കൺട്രി ഈസ് എക്സ്ചേഞ്ച്ഡ് ടു ദ കറൻസി ഓഫ് അതർ കൺട്രി. അതായത് ഒരു രാജ്യത്തിൻ്റെ നാണയം മറ്റൊരു രാജ്യത്തിൻ്റെ നാണയവുമായി മാറ്റുന്നതിൻ്റെ അളവിൽ മാറ്റുമ്പോൾ കിട്ടുന്ന ആ ഒരു പണത്തെയാണ്, അളവിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് അറ്റ് വിച്ച് ദ കറൻസി ഓഫ് one country is എക്സ്ചേഞ്ച് റേറ്റ് ആണ് അല്ലേ, എക്സ്ചേഞ്ച്ഡ് വിത്ത് ദ കറൻസി ഓഫ് അതർ കൺട്രി. അതായത് എന്താണ്, ഒരു രാജ്യത്തിൻ്റെ പണം മറ്റൊരു രാജ്യത്തിൻ്റെ പണവുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന നിരക്കിനെയാണ് വിനിമയ നിരക്ക് എന്ന് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ വിദേശ വിനിമയ നിരക്ക്. ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായി വിനിമയം കൈമാറ്റം ചെയ്യപ്പോൾ ലഭിക്കുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന നിരക്കിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ സപ്പോസ് നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതാം. $1 US സമം സപ്പോസ് നമുക്ക് റൗണ്ട് ചെയ്ത് 90 റുപ്പീസ് എഴുതാം അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇന്ത്യൻ റുപ്പിയുമായുള്ള വിനിമയ നിരക്ക് എന്ന് പറയുന്നത് 90 റുപ്പീസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, 90 രൂപ കൊടുത്താലേ ഒരു ഡോളർ നമുക്ക് കിട്ടൂ എന്നാണ്. അപ്പോൾ ഡോളറിൻ്റെയും റുപ്പിയും തമ്മിലുള്ള വിനിമയ നിരക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനിത് റൗണ്ട് ചെയ്ത് എഴുതിയ ഫിഗർ ആണ് കേട്ടോ. 1885 ആ ഒരു റേറ്റിലാണുള്ളത്. അപ്പോൾ ക്ലിയർ ആയി കാണുന്നുണ്ട്. ഇനി എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്നത് എന്നതാണ് തിയറീസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ there are 3 types of exchange rates. എക്സ്ചേഞ്ച് റേറ്റിന് 3 തരത്തിലാണ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഫിക്സേഷനിൽ ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് കൊടുക്കാം നമുക്ക്. ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, സിസ്റ്റംസ്. എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റങ്ങൾ 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ് എന്ന് നമുക്ക് പറയാം. ഒന്നാമത്തേത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. മൂന്നാമത്തേത് ഡേർട്ടി ഫ്ലോട്ട് അഥവാ മാനേജ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അപ്പോൾ ആദ്യത്തെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം
flexible exchange rate system നോക്കാം. അപ്പോൾ there are three types of exchange rate system. The first one being flexible exchange rate. രണ്ടാമത്തേത് എന്താണ്? ഇതിൻ്റെ നേരെ എതിരാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. മൂന്നാമത്തേതാണ് മാനേജ്ഡ് ഫ്ലോട്ട് സിസ്റ്റം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുള്ളത് നോക്കാം. അതായത് it is a system in which exchange rate is fixed by the demand for and the supply of exchange rate. എക്സ്ചേഞ്ച് റേറ്റിനുള്ള അല്ലെങ്കിൽ ഇതിനുള്ള ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ചേർന്ന് എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കുന്ന സമ്പ്രദായമാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് റേറ്റിനുള്ള എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ചിനുള്ള ആവശ്യകതയാണ്, ചോദനമാണ്. സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ സപ്ലൈ ആണ്, വിദേശ വിനിമയ നിരക്ക് അല്ലെ വിദേശ പണത്തിൻ്റെ സപ്ലൈ. പ്രധാനം വിദേശ നാണയങ്ങൾക്കുള്ള ചോദനമാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ്ഡ് ഫ്രീലി ആണ് കേട്ടോ, ആരും ഇടപെടുന്നില്ല. ഫ്രീലി ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി അല്ലെ ഫോറിൻ മണി. ഫോറിൻ മണിയുടെ ഡിമാൻഡും സപ്ലൈയും ചേർന്ന് ഫ്രീ ആയി നിർണ്ണയിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് ഏത്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അഥവാ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ്ഡ് ഫ്രീലി ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ മണിയാണ് ഏത് വരുന്നത്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് നമുക്ക് ഡിമാൻഡ് ഫോർ ഫോറിൻ മണി ഉണ്ടാവുന്നത്? ഡിമാൻഡ് ഫോർ ഫോറിൻ മണി ആർക്കാണ് ഡിമാൻഡ് ആവശ്യമായി വരുന്നത്? ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് അല്ലെ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും എന്ത് വേണ്ടത്? ഫോറിൻ മണിയുടെ ആവശ്യകത വരുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ ഫോറിൻ ഗുഡ് മണി റൈസസ് ഔട്ട് ഓഫ് ദ ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് അല്ലെ. ഡിമാൻഡ് ഫോർ ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫോറിൻ അസറ്റ്സ്, ട്രാൻസ്ഫർ പേയ്മെന്റ്, ഇതൊക്കെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഡിമാൻഡ് ഫോർ ഫോറിൻ മണി വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് ഇമ്പോർട്ടേഴ്സിനാണ് ഫോറിൻ കറൻസി കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി ഈസ് inversely related to foreign exchange and foreign exchange rate and supply of foreign currency ആരാണ് ഉണ്ടാവുന്നത്? എപ്പോഴാണ്? അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. നമ്മൾ സാധനം നമ്മുടെ കമോഡിറ്റി, അതായത് ഡൊമസ്റ്റിക് കമോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ എക്സ്പോർട്ടേഴ്സിന് ഫോറിൻ മണിയാണ് കിട്ടുന്നത്. അപ്പം എന്ത് ചെയ്യും? നമുക്കത് ഫോറിൻ മണിയിലേക്ക് ഡൊമസ്റ്റിക് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി എന്ന് പറയുന്നത് എക്സ്പോർട്ടിലൂടെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എന്താണ്? നമുക്ക് സപ്ലൈ ഓഫ് മാത്രമേ ആ റിലേഷനെ നമുക്ക് ആവശ്യമുള്ളൂ. സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി ഈസ്
positively related to exchange rate. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫിക്സ് ചെയ്യുന്ന സിസ്റ്റമാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. നമുക്ക് ഇതിന്റെ ചിത്രം ഒന്ന് വരയ്ക്കാം, ഡയഗ്രാം. ഹൗ ദ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫിക്സ്ഡ് എന്നുള്ളതിന്റെ. അപ്പോൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ആക്സിസും വൈ ആക്സിസും നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് എക്സ് വൈ ആക്സിസുകളിൽ എടുക്കുന്നത് കണ്ടല്ലോ അല്ലേ. ഇനി എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി എന്ന് പറയുന്നത് പറഞ്ഞു ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ ഡിമാൻഡ് കർവ്. അപ്പോൾ ഇ എഫ് നമുക്കിതിന് കൊടുക്കാം പേര്. ഇപ്പോൾ സപ്ലൈ കർവ് എന്താണ്, പോസിറ്റീവ്ലി റിലേറ്റഡ് ആണല്ലേ. അപ്പോൾ പോസിറ്റീവ്ലി റിലേറ്റഡിന് നമ്മൾ ഇതുപോലെ സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി എസ് എഫ് എന്ന് കൊടുക്കാം. അപ്പോൾ വെൻ ഡിമാൻഡ് മീൻസ് സപ്ലൈ അല്ലേ, ഇവിടെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്നു. ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഇ ആർ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇ ആർ ഫിക്സ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്, ഏതായാലും ഇക്വിലിബ്രിയത്തിൽ. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് പ്ലോട്ടിംഗ് അല്ലെങ്കിൽ flexible exchange rate system is a system in which the demand for and supply of foreign currency determines the exchange rate. ഇത്രയും സിമ്പിൾ ആണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇനി നമുക്ക് കാണേണ്ടത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണല്ലേ. അപ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. It is a system in which the central bank of a country determines the exchange rate. അതായത് ഒരു രാജ്യത്തിലെ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ അപ്പെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് അതേപോലെ സെൻട്രൽ ബാങ്ക് ഇടപെട്ടുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം is a system in which foreign exchange rate is fixed by the central bank of a country. is also called pegged system. pegged system ആയിട്ട് ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും ഇതിന്റെ വേറൊരു പേര് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് pegged system എന്നാണ് കേട്ടോ. pegged സിസ്റ്റത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് pegged സിസ്റ്റത്തിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഫിക്സ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഇടപെടുള്ളൂ. അതേസമയം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓർ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. ഗവൺമെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആണ് ഇടപെടുന്നത് അല്ലേ. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഇടപെട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെയും ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ്,
ഡിമാൻഡ് ഫോറും സപ്ലൈ ഓഫ് ഇവിടെ ഡിമാൻഡ് എക്സ് ആക്സിസിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി, ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഡിമാൻഡ് ഡി എഫ്, സപ്ലൈ എക്സ് എഫ്. അപ്പോൾ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി ഫിക്സസ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. പക്ഷേ ഈ ഡിമാൻഡും സപ്ലൈയും ഇതിലെന്താണ് ഗവൺമെൻറ് ഇടപെട്ടാണ് ഈ ഒരു ഫിക്സേഷൻ നടത്തുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇതിൽ ഇക്വിലിബ്രിയം റേറ്റ് ഇവിടെ ആണെങ്കിലും എന്ത് ചെയ്യും, ഇതിന് മുകളിലോ അല്ലെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് അതിൻ്റേതായിട്ടുള്ള റോൾസ് കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഓൾസോ കോൾഡ് പെഗ്ഡ് സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. Under the system, exchange rate is fixed by the central bank or government of the country. Okay. നമുക്ക് ഇതിൽ ഇനി നോക്കാം. ഇതിലുള്ള ഒരു രണ്ട് പ്രത്യേക ടേമുകളാണ് ഡിവാലുവേഷനും റീവാലുവേഷനും. ഡിവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ. ഡിവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ. അതായത് റീവാലുവേഷനും ഡിവാലുവേഷനും. റീവാലുവേഷൻ രണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം വാല്യൂ കൂട്ടുന്നതിനെയാണ്, അതായത് എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ വാല്യൂ കൂട്ടുന്നതിനെ നമ്മൾ റീവാലുവേഷൻ എന്ന് പറയും. ഡിവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ബാങ്ക് ഇടപെട്ടുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നതിനെയാണ് devaluation എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. devaluation refers to the decreasing the value of domestic. D എന്ന് പറയുമ്പോൾ എന്താണ്, decreasing the value of domestic currency in exchange with foreign currency. അതായത് ഫോറിൻ കറൻസിയുമായിട്ട് ഗാർഹിക കറൻസി എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ ഗവൺമെൻറ് ഇടപെട്ട് കുറയ്ക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡീവാലുവേഷൻ എന്ന് വിളിക്കുന്നത്. അതേസമയം റീവാലുവേഷൻ എന്തായിരിക്കും? റീവാലുവേഷൻ എന്ന് പറയുന്നത് refers to the increasing revaluation means increasing the value of domestic currency in exchange with foreign currency. അതായത് ഫോറിൻ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന റേറ്റ് കൂട്ടുന്നതിനെ റീവാലുവേഷൻ എന്ന് വിളിക്കും. ആ റേറ്റ് കുറയ്ക്കുന്നതിനെ എന്താണ്, ഡീവാലുവേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് രണ്ടും ചെയ്യണത് ആരാണ്? ഗവൺമെൻറ് ഇടപെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വരിക, നമുക്ക് നോക്കാം. ഇവിടെ മുകളിൽ ഇങ്ങനെ ഡിമാൻഡും, അതായത് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ ഇവിടേക്ക് വരും അല്ലേ. ഒറിജിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഈയിലാണ് ഫിക്സ് ചെയ്യപ്പെടുന്നതെങ്കിലും റീവാല്യൂ ചെയ്യുമ്പോൾ എവിടെയാണ് പോവുക, ഈ വണ്ണിലേക്ക് കൂട്ടി ഫിക്സ് ചെയ്യും. ഇനി ഡീവാലുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വരും, ഈ ഒരു അതായത് ഇങ്ങനെ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതായിട്ടാണ് വരിക. വാല്യൂ കുറയുമ്പോൾ എന്താണ്, വാല്യൂ കുറയുമ്പോൾ മുകളിലോട്ടും കൂടുമ്പോൾ താഴോട്ടേക്കും മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആ രണ്ട് ടേമുകളാണ് പഠിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട രണ്ട് ടേംസ് ആണ് അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും. അപ്രീസിയേഷൻ അതായത് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ
ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അഥവാ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ എന്താണ് ഒരു കറൻസിയുടെ വാല്യൂ കൂടുന്നു, മറ്റൊരു കറൻസിയുമായി എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കൂടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, കറൻസിയുടെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്രീസിയേഷൻ ഓഫ് ദ കറൻസി എന്ന് പറയുന്നത് എന്താണ്, അണ്ടർ ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് domestic currency in exchange with foreign currency under, അത് പ്രത്യേകം പറയണം, under flexible exchange rate ആണ് കേട്ടോ. flexible exchange rate system, അതായത് അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ വിദേശ നാണയ വിനിമയ നിരക്ക്, ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വിദേശ വിനിമയ നിരക്ക് കൂടുന്നതിനെയാണ് അപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇങ്ങനെ ഇത് കുറയുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. നമുക്ക് നോക്കാം ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? ഡിപ്രീസിയേഷൻ ഈസ് ദ decrease in the value of domestic currency in exchange with foreign currency under flexible exchange rate system. അതായത് അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ ഓരോ രാഷ്ട്രത്തിന്റെ നാണയത്തിന്റെ വിനിമയ നിരക്ക് മറ്റേ രാജ്യത്തിന്റെ വിനിമയ നിരക്കുമായി കൂടുന്ന അവസ്ഥയെ എന്ന് വെച്ചാൽ എന്താണ്, കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വിദേശ നാണയം കിട്ടാൻ നമ്മുടെ പണം കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, കുറച്ച് പണം കൊടുത്ത് മറ്റു രാജ്യത്തിന്റെ കറൻസിയെ വാങ്ങുന്ന അവസ്ഥയാണ്. ഒരു എക്സാമ്പിൾ ഇത് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഡോളറുമായിട്ട് ഫ്രീ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഇന്ത്യൻ റുപ്പി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ, ഇന്ത്യൻ റുപ്പി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലല്ല കേട്ടോ, ഫിക്സ്ഡ് ആണ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. മറ്റേ ലെവൽ മാനേജ്ഡ് ഫിക്സഡ് ഫ്ലോട്ടിംഗ് എന്ന് പറയും. അതായത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇടപെടുന്നതിനെയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ 80 രൂപയാണ് ഇന്ത്യൻ ഒരു പൗണ്ട് സ്റ്റേർലിംഗ് കിട്ടാൻ വേണ്ടി 80 രൂപ, അല്ലെങ്കിൽ ഒരു യൂറോ കിട്ടാൻ വേണ്ടി നമ്മൾ 100 രൂപയാണ് ഇന്ത്യൻ റുപ്പി കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നിന്നും ഒരു 120 രൂപയിലേക്ക് നമ്മൾ യൂറോ കിട്ടാൻ കൊടുക്കേണ്ട വരുന്നതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? അതേസമയം 100 രൂപ കൊടുത്തെടുത്ത് 95 രൂപ കൊടുത്ത് നമുക്ക് യൂറോ കിട്ടുകയാണെങ്കിൽ അതിനെ അപ്രീസിയേഷൻ എന്ന് പറയും. എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേ സിസ്റ്റം, ഇതേ മാറ്റം അത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡീവാലുവേഷൻ എന്നും റീവാലുവേഷൻ എന്നും വിളിക്കും. അപ്പോൾ ഗവൺമെന്റിന്റെ കൈകടത്തലുകളുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അഥവാ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഗവൺമെന്റ് കൈകടത്താതെ എന്താണ്, മാർക്കറ്റ് ഫോഴ്സസ് ഫിക്സ് ചെയ്യുമ്പോഴാണ് അതിനെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കൂടുന്നതിനെ അപ്രീസിയേഷൻ എന്ന് പറയും. വാല്യൂ കുറയുന്നതിനെ ഡിപ്രീസിയേഷൻ എന്ന് പറയും. അതേസമയം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ വാല്യൂ കൂടുന്നതിനെ റീവാല്യുവേഷൻ എന്നാണ് വിളിക്കുക. വാല്യൂ കുറയുന്നതിനെ, ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയുന്നതിനെ ഡീവാല്യുവേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ 4 ടേമുകൾ നന്നായിട്ട് ഓർത്തിരിക്കുക.
ഇനി നമ്മൾ മൂന്നാമത്തേതായിട്ട് പറയാൻ പോകുന്നത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ആണ്. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം. The third system of managed floating exchange rate system. So managed floating, it is also called dirty float. Dirty float എന്നാണ് ഇതിന് വിളിക്കുന്ന വേറൊരു പേര്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയൊക്കെ ഏതാണ്ട് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആണ് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് flexible and ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. നമ്മൾ മിക്സഡ് ഇക്കോണമി ഒക്കെ പഠിക്കുന്നില്ലേ, അതേപോലെയാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഫ്ലെക്സിബിൾ ആൻഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. ഇതിലെങ്ങനെയാ വരുന്നതെന്ന് വിചാരിച്ചാൽ ഹിയർ the exchange rate is fixed by the market forces in between limits ഒരു പരിധി വരെ, അതായത് ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കും. ആ അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയിൽ ആരാണ്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതായത് ഫ്രീ പ്ലേ ഓഫ് ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി ഡിറ്റർമിൻസ് ദ എക്സ്ചേഞ്ച് റേറ്റ്. ബട്ട് ആഫ്റ്റർ ദ അപ്പർ ലിമിറ്റ് or if the exchange rate crosses the upper limit and lower limit, the government will fix the exchange rate. So after that limit, ആ ലിമിറ്റിന് ശേഷം എന്താണ്? ആഫ്റ്റർ ദ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ആരാണ്? ഗവൺമെന്റ്. സെൻട്രൽ ബാങ്ക് ഫിക്സസ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഒരു ലിമിറ്റ്, ഒരു പരിധിക്കുള്ളിലുള്ള അവസ്ഥയിൽ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് വാരി ചെയ്യുന്നത്? ഫ്രീ പ്ലേ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസിയാണ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ലിമിറ്റ്, if the foreign exchange crosses the upper and lower limit fixed by the central bank, it intervenes in the market, foreign exchange market, and fixes the exchange rate. ഈ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അഥവാ ഡർട്ടി ഫ്ലോട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ 3 എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റങ്ങളെ കുറിച്ചും അതേപോലെ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ, അതായത് റീവാലുവേഷനും ഡീവാലുവേഷനും അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും. അപ്പോൾ പലതവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതേപോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സിംഗിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്ന് ഡയഗ്രാം വരച്ച് പറയാനാണ്. അപ്പോൾ ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പാകത്തിന് നന്നായിട്ട് പഠിച്ചേക്കുക.